ഇന്ന് മത്തായി 9:22 യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. According to Matthew 9:22, Jesus turned round and he saw the woman. He said to her, young woman, do not be afraid. You are now well again because you believe in me. And immediately the woman became well again. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, രക്തസ്രാവക്കായ സ്ത്രീ ഈശോയുടെ പിന്നാലെ ചെന്ന് ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചതിൻ്റെ ഒരു ഈശോ പറഞ്ഞ വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത്. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എന്ന് അവൾ വിശ്വസിച്ചു. അവൾ അതിൽ തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് അവൾ കരുതി, ഉള്ളിൽ വിചാരിച്ച് അവൾ അതിൽ തൊട്ടു. അപ്പോൾ അതിൽ തൊട്ടപ്പോൾ യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. ഈശോ ഇന്ന് നമുക്ക് തരുന്ന വചനങ്ങളെയൊക്കെ ഓർത്ത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ രോഗാവസ്ഥയിലൂടെ പോകുന്ന മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായി ഇവയെ നമുക്ക് സ്വീകരിക്കാം. അനേകം മക്കൾ രോഗാവസ്ഥയിലൂടെ കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ ഒരു ഭവനത്തെ വലയുമ്പോൾ നമുക്ക് ഈശോയെ കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഈശോയിൽ തൊട്ടാൽ, ഈശോയെ സ്പർശിച്ചാൽ, ഈശോയുടെ വസ്ത്രത്തിലും തൊട്ടാൽ നമുക്ക് ഈശോയുടെ വസ്ത്രമോ ഈശോയുടെ മറ്റു ഈശോയെ തൊടാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാമെങ്കിലും നമുക്ക് ഈശോയുടെ രൂപത്തിൻ്റെ അടുത്ത് പോയിരുന്ന് ഈശോ വെഞ്ചരിച്ച വെള്ളത്തിൽ തൊട്ട് ഈശോയുടെ കുരിശിലേക്കും തൊട്ടിട്ട് നമുക്ക് സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, മകനെ, മകളെ, നിൻ്റെ ആ വിശ്വാസമുണ്ടല്ലോ, അത് നിന്നെ സൗഖ്യപ്പെടുത്തും. ഇന്ന് ഏതെങ്കിലും മേഖലയിൽ ദുഃഖം അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന, രോഗാവസ്ഥയിൽ കടന്നു പോകുന്ന മകനോട്, മകളോട് ഈശോ പറയുകയാണ്, നിൻ്റെ ആ വിശ്വാസമുണ്ടല്ലോ, നീ എന്നോട് കാണിക്കുന്ന ആ വിശ്വസ്തതയും താല്പര്യവും, നിൻ്റെ പ്രയാസത്തിലും നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നിൽ അഭയം പ്രാപിക്കുന്നു, നീ എൻ്റെ മകനായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്നതിനെ ഓർത്ത് ഈശോ ഇന്ന് പറഞ്ഞു തരികയാണ്, മകനെ, മകനെ, നിൻ്റെ അസ്വസ്ഥതകളെ ഓർത്ത് നീ വ്യസനിക്കേണ്ട, അതൊരു കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നീ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു, നല്ല സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു. യേശു വീണ്ടും നമ്മളെ സഹായിക്കുന്നു, നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പുണ്യപുത്രനായ ഈശോ ഇന്ന് നമ്മളോട് വചനങ്ങളോട് പറഞ്ഞു തരുന്നു, മകനെ, മകളെ, നീ പേടിക്കേണ്ട, അസ്വസ്ഥതപ്പെടേണ്ട, നിൻ്റെ കുടുംബത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരുന്ന നസ്രയനായ യേശു നിൻ്റെ വിശ്വാസം പോലെ, നിൻ്റെ ആഗ്രഹം പോലെ അത് സംഭവിക്കട്ടെ. ആമേൻ. ഈ ഒരു വിശ്വാസം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ ചുറ്റുവട്ടങ്ങളിലേക്ക്, നമ്മുടെ അടുത്തുള്ളവരിലേക്ക്, പ്രയാസം അനുഭവിക്കുന്നവരിലൊക്കെ ഈ വചനം എത്തിച്ചു കൊടുക്കുവാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. ഈശോ തരുന്ന ഈ വചനത്തെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അതൊരു സുവിശേഷ പ്രഘോഷണമായി തന്നെ മാറുന്നത്. ഈ ഒരു വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, നാവുകൾ കൊണ്ട് പകർന്നു കൊടുക്കാൻ, നമുക്ക് പ്രവൃത്തികൾ കൊണ്ട് പകർന്നു കൊടുക്കാം, സ്നേഹം കൊണ്ട് പകർന്നു കൊടുക്കാം. ഈശോയുള്ള വിശ്വാസം അചഞ്ചലമാണ്. ആ വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കുവാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു.
ജീവൻ